ആ സിനിമയിലെ മ്യൂസിക് ഡയറക്ടർ ജെർസൺ ആൻ്റണിയാണ്. ജെർസൻ്റെ നല്ല മനോഹരമായ പാട്ടുകളുണ്ട്. അപ്പോൾ സീരിയലിൽ സോങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് സോങ് ഞാൻ ചെയ്ത അതിലത്തെ മണിക്കതിർ കൊയ്ത് കൂട്ടി എന്നുള്ള സോങ്ങാണ്. ഞങ്ങളെല്ലാം ഫാമിലി ആയിട്ടുള്ളൊരു സോങ് സീക്വൻസ്. അപ്പോൾ അതിൽ പിന്നെ ലിപ്പൊന്നും കൊടുക്കുന്ന സോങ്സ് ഇല്ല, എല്ലാം സിറ്റുവേഷൻ സോങ്സാണ്. അപ്പോൾ ആ രീതിയിൽ മണിക്കതിർ കൊയ്ത് കൂട്ടി എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ സോങ്. സിനിമയുടെ ഡബ്ബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സീരിയൽ ചെയ്യുമ്പോഴൊന്നും നമുക്ക് മദ്രാസിൽ പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് സിനിമാ മണമുള്ള മദ്രാസിലേക്ക് യാത്ര ചെയ്യുകയാണ് ലൈജു ടിപ്പേറ്റും ഞാനൊക്കെ ആയിട്ട്. അവിടെ ചെല്ലുന്നു. ആദ്യമായിട്ട് എഡിറ്റിംഗ് റൂം കാണുകയാണ്. കാരണം കുറേ ദൈവത്തിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നിറച്ച് ഫിലിമിൻ്റെയൊക്കെ മണമുള്ള കുറേ പെട്ടികളൊക്കെ അടുക്കി വെച്ചൊരു മുറിയാണ്. അപ്പോൾ അവിടെ എഡിറ്ററുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സൊക്കെ കാണാൻ നമുക്ക് വലിയൊരു അത്ഭുതമായിരുന്നു. അതിനെ കണ്ടു. ഞാൻ ഡബ് ചെയ്തത് ജോയ് സ്റ്റുഡിയോയിലാണ് ആദ്യമായിട്ട് ഡബ് ചെയ്തത്. അപ്പോൾ ടി വിയിൽ നമ്മൾ ചെയ്യുന്ന ചെറിയൊരു ഇതിൻ്റെ സ്ക്രീനിൻ്റെ മുമ്പിലായിരുന്നെങ്കിൽ ഇതൊരു ബിഗ്, നമ്മൾ തിയേറ്ററിൽ കാണുന്ന അതേ ഇതിലുള്ള ബിഗ് സ്ക്രീനിൻ്റെ മുമ്പിൽ അപ്പോൾ ഭയങ്കര ഒരു വലിയ തിയേറ്ററാണ് ഈ ജോയ്. അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഡബ് ചെയ്തത്. അവിടെ വെച്ചാണ് ആദ്യമായിട്ട് ഞാൻ മമ്മൂട്ടിയെ പരിചയപ്പെട്ടത്. എൻ്റെ ഡബിങ് സമയത്ത് നമുക്ക് വേറെ ഫിലിം ഡബ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടു. അപ്പോൾ എനിക്ക് ഓൾ ദ ബെസ്റ്റ് എല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം പോകും. അവിടുന്ന് രക്ഷിച്ചത് എന്തിനാണെന്നല്ലേ പറയാം. സ്റ്റെല്ല എന്തിനാ ഇങ്ങനെ കൊച്ചു കൊച്ചു കളവുകൾ നടത്തി വെറുതെ ജീവിതം പാഴാക്കുന്നത്? പ്രേക്ഷകർ എന്നെ അടുത്ത് അറിയാൻ തുടങ്ങിയതും എനിക്ക് സിനിമയിലൊരു ബ്രേക്ക് ഉണ്ടാക്കിയതും മാന്നാർ മത്തായി സ്പീക്കിംഗ് എന്ന സിനിമ. ഒരു ദിവസം ഞങ്ങൾ താമസിക്കുന്ന 4th അവന്യൂവിൽ എനിക്കൊരു എഴുത്തെഴുതി വെച്ചിട്ട് അവളെ പ്രത്യക്ഷയായി. ശരിക്കും അത് സിദ്ദിഖ് അവരൊരു ഇതാണ്. ആദ്യം സിദ്ദിഖേട്ടൻ ഇപ്പം എൻ്റെ ക്യാരക്ടർ ഉദ്ദേശിച്ചു പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ഇമേജ് ഉള്ള ഒരാളായിരിക്കണം. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സോഫ്റ്റ് ഇമേജ് അന്നുണ്ടായിരുന്നു, ഒരു നല്ല അങ്ങനത്തെ ഒരു ഇമേജ് ഉണ്ടായിരുന്നു. അപ്പോൾ പ്രേക്ഷകർ ഒരിക്കലും വില്ലനാണെന്ന് പ്രതീക്ഷിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് എന്നെ അതിൽ കാസ്റ്റ് ചെയ്തത്. അപ്പോൾ എൻ്റെ താടി ഉപയോഗിക്കാനുള്ള ഒരു പക്ഷേ ഞാൻ മുമ്പ് താടി പഠിച്ചു പോയി. ഇവരെന്നെ പറ്റി ഒരുപാട് ഡിസ്കഷൻ, താടിയില്ലാതെ ഇയാളെ പെട്ടെന്ന് തന്നെ ആക്സെപ്റ്റ് ചെയ്യുക, മനസ്സിലാവുക ആൾക്കാർക്ക് എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അവർ ആ റിസ്ക് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ സിദ്ദിഖേട്ടനൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മാന്നാർ മത്തായി സ്പീക്കിംഗ് ചെയ്തു. സിനിമ കൊമേഴ്സ്യലി വലിയ വിജയമായി. എൻ്റെ മഹേന്ദ്ര വർമ്മ എന്നുള്ള ക്യാരക്ടർ നല്ല അപ്രീസിയേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫസ്റ്റ് കൊമേഴ്സ്യൽ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ മാന്നാർ മത്തായി സ്പീക്കിംഗ് ആണ്. ഇവരൊക്കെ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്ക് വ്യക്തമായ കഥാപാത്രം പറഞ്ഞു തരികയും, ഇപ്പോൾ ജൂഡേട്ടൻ്റെ അവിടെ ചെയ്തൊരു സിനിമയുടെ പാറ്റേൺ അല്ല ഇവിടെ ചെയ്ത ഈ മാന്നാർ മത്തായി സ്പീക്കിംഗ്. കാരണം ഇത് ഹ്യൂമറിൽ പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ലൊക്കേഷനിൽ നമ്മൾ വരും, നമ്മുടെ ക്യാരക്ടറിന് ഇങ്ങനെ ദുരൂഹതയുണ്ട്. അപ്പോൾ ഒരേ സമയം രണ്ട് രീതിയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഒരു പറഞ്ഞു നിർത്തിയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് പിന്നെ ഈ പെൺകുട്ടി മറ്റേ വാണി ചെയ്ത ക്യാരക്ടർ പിന്നെ ഇങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറയുമ്പോൾ അതിൻ്റെ ബാക്കി പോർഷൻ കാണിക്കുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരികയും, വളരെ പിന്നെ സിദ്ദിഖേട്ടൻ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. വളരെ എന്താ പറയുക, നമുക്ക് ഇടപെടാനൊക്കെ വളരെ ഒട്ടും ടെൻഷനൊന്നും ഫീൽ ചെയ്തത്, എത്ര ടേക്ക് ആയാലോ വളരെ റിലാക്സ്ഡ് ആണ്. അപ്പോൾ ആ രീതിയിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് തോന്നി എനിക്ക് ആ സിനിമ വർക്ക് ചെയ്യാൻ. ഒന്നും പറയണ്ട, ഗോപാലകൃഷ്ണൻ വന്നില്ലെങ്കിൽ, അരമണിക്കൂറിനുള്ളിൽ വന്നിട്ടില്ലെങ്കിൽ ഞാൻ ചത്തുകളയും. സത്യമായിട്ട് പെട്രോൾ ഒഴിച്ച് തീ വെച്ച് ഞാൻ ചത്തുകളയും. സിനിമ ഞാൻ തിയേറ്ററിൽ കണ്ടത് എറണാകുളത്താണ്. എറണാകുളം പത്മയിലാണ് ഞാൻ സിനിമ ആദ്യമായിട്ട് കാണുന്നത്. അതിന് മുമ്പ് ഞാൻ പ്രിവ്യൂ മദ്രാസിൽ കണ്ടിരുന്നു. ഒത്തിരി സിനിമാക്കാരുടെ കൂടെ ഇരുന്ന് പ്രിവ്യൂ കണ്ടിരുന്നു. എല്ലാവരും നല്ല അഭിപ്രായം പറയുകയൊക്കെ ചെയ്തു. ആദ്യത്തെ സിനിമ ഞാൻ തിയേറ്ററിൽ കാണുന്നത് പത്മയിലാണ് ഈ സിനിമ കാണുന്നത്. സിനിമ കൊമേഴ്സ്യലി വലിയ വിജയമായിരുന്നില്ല ഈ സിനിമ. പക്ഷേ അഭിപ്രായമുണ്ടാക്കിയ സിനിമയായിരുന്നു. കാരണം സീരിയൽ പോലെയല്ല ഒരു സിനിമ ആൾക്കാർ തിയേറ്ററിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്. അവർ ഇഷ്ടപ്പെടുന്ന മുഖങ്ങളും കണ്ട് പരിചിതമായ മുഖങ്ങളും കൊണ്ടേ തിയേറ്ററിലേക്കൊരു വരാൻ ഒരു ആവേശം ഉണ്ടാവുള്ളൂ നമ്മൾ തിരിച്ചറിയുന്നതെന്ന് തന്നെയാണ്. ഞാൻ ആദ്യത്തെ സിനിമ ഞാൻ കണ്ടത് തീർച്ചയായിട്ടും പത്മയിലാണ്. തമിഴ് സിനിമ ഞാൻ ആദ്യം ചെയ്യുന്നത് അകരം എന്ന് പറഞ്ഞ സിനിമയാണ്. തിരു എന്നായിരുന്നു എൻ്റെ പേര്. അകരം എന്ന് പറഞ്ഞ സിനിമ. എൻ്റെ ഡയറക്ടർ നാഗരാജാണ്. അന്ന് അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ഗുഡ് നൈറ്റ് ഇവരായിരുന്നു. പിന്നെ അവർ ഇൻ ബിറ്റ്വീൻ പകുതി എത്തിയപ്പോൾ ഒരു പ്രൊജക്റ്റ് വേറെ ആൾക്ക് സെയിൽ ചെയ്യാനുണ്ടായി. അതിൽ ഞാൻ ചെയ്തത് വീരമണി എന്ന് പറഞ്ഞിട്ടൊരു ഗുണ്ട ഉണ്ടായിരുന്നു തമിഴ്നാട്ടിൽ. അയാളെ റിസംബിൾ ചെയ്യുന്നൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്. കാരണം അയാൾ കുറേ ഗോൾഡും ഇതൊക്കെ ഇട്ടിട്ടുള്ളൊരു ഭയങ്കര ഗുണ്ടയായിരുന്നു. അതിൻ്റെ ലൊക്കേഷൻ തൂത്തുക്കുടിയിലായിരുന്നു. അതിൽ ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞാൽ ഈ വീരമണി എന്ന് പറഞ്ഞ റിയൽ ഗുണ്ടയുടെ അനിയൻ തന്നെയാണ് എൻ്റെ കൂടെ ഗുണ്ട അസിസ്റ്റൻ്റായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ വീരമണിക്ക് ഭയങ്കര ആക്സെപ്റ്റൻസ് ഉള്ളൊരു ഏരിയ ആയിരുന്നു ഈ തൂത്തുക്കുടി എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആ കഥാപാത്രം ചെയ്യും. ഓൾമോസ്റ്റ് ഇയാളുടെ ഒരു അപ്പിയറൻസിലാണ് ഈ ഗോൾഡൊക്കെ ഇട്ടിരിക്കുമ്പോൾ എന്നെ ആൾക്കാർ വന്ന് എന്നെ തൊഴുകയും എൻ്റെ കാലൊക്കെ തൊട്ടുകയൊക്കെ ചെയ്തിട്ടുള്ള അങ്ങനത്തെ നമ്മളെ പേടിപ്പിക്കുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു.
ഞാനൊരു ഗുണ്ടയ്ക്കൊക്കെ ഇത്ര ഒരു ആക്സെപ്റ്റൻസ് ഉള്ള ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലല്ലോ. ആ രീതിയിൽ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഫ്രഷായിട്ട് മീനൊക്കെ പിടിച്ച് വറുത്ത് കൊണ്ട് തരിക, അങ്ങനെയൊക്കെ കുറേ ഫണ്ണുകളുണ്ടായിരുന്നു ആ സിനിമയ്ക്ക്. റെക്കഗ്നൈസേഷൻ എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരിൽ നിന്ന് നമുക്ക് തുടങ്ങുന്നത് മാന്നാനമത്തെ സ്പീക്കിങ്ങിനാണ്. പിന്നെ ആദ്യത്തെ കൺമണി ചെയ്തു, അഴകിയ രാവണൻ ചെയ്തു. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്കൊരു പരീക്ഷണമായിട്ടുള്ള ചിത്രം എന്ന് പറഞ്ഞാൽ കൃഷ്ണകുടിയിലെ ഒരു പ്രണയകാലത്ത് എന്ന സിനിമയായിരുന്നു. കാരണം ഞാൻ അന്നത്തെ എൻ്റെ 6ാമത്തെ 7ാമത്തെ സിനിമ കഴിഞ്ഞിട്ടേ ഉള്ളൂ. കമൽ സാർ അത്രയും ശക്തമായൊരു കഥാപാത്രം എന്നെ ഏൽപ്പിക്കുകയും അത് പിന്നെ 2 സ്റ്റേജുള്ളൊരു കഥാപാത്രം, വളരെ അഗ്രസീവായിട്ടുള്ള സ്റ്റേജും ഉണ്ട്, പിന്നെ അതിൻ്റെ വെയിറ്റബിളിനെ പോലെ പാരലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റേജും ഉണ്ട്. അപ്പോൾ ആ 2 കഥാപാത്രം ചെയ്യാനും വളരെ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു തരികയും നല്ല രീതിയിൽ പറയുകയും അത് കൊമേഴ്സ്യലി സക്സസ്ഫുൾ ആവുകയും പിന്നെ എൻ്റെ കഥാപാത്രത്തിന് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടുകയും ചെയ്തത്. അത്രയും അംഗീകാരം കിട്ടിയപ്പോൾ എല്ലാം കൊണ്ടും ഒരു അംഗീകാരം കിട്ടിയ ചിത്രം എന്ന് പറഞ്ഞാൽ കൃഷ്ണകുടിയിലാണ്. ആ പാട്. പാടാനോ? എനിക്ക് ഇപ്പൊ കേൾക്കണം നിന്റെ പാട്ട്. അയ്യടാ, ഇതെന്ത് സൂക്കട്? പാതിരയ്ക്ക് ഉറക്കത്തിന്ന് വിളിച്ചുണർത്തിട്ടല്ലേ പാട്ട്? എനിക്ക് കേൾക്കാൻ തോന്നുമ്പോ നീ പാടണം, ഏത് പാതിരക്കായാലും. ഓ, ആദ്യ ചിത്രത്തിൽ തുടങ്ങി ഇതുവരെ എത്തി നിൽക്കുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി.